നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ 2 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈക്ക് കൊണ്ടുപോയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ സർക്കാർ നടത്താനിരിക്കുന്ന അയ്യപ്പ സംഗമം നിയമകുരുക്കിലായേക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തല വെച്ചു കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ജനവികാരവും ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പോഴിതാ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിയ നടപടിയിൽ പ്രതികരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്ത് വരികയാണ്. ബോർഡ് തെറ്റ് ചെയ്തെന്ന മട്ടിലാണ് പ്രചാരണം നടക്കുന്നത്. ദേവസ്വം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളി നീക്കിയതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചാണ്. ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചത്. സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ പഴി കേൾക്കുകയാണ്. ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. ഇലക്ട്രോപ്ലേറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഇത് തിരികെ കൊണ്ടുവരാനാകില്ല. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ ഒരു അപരാധവും ചെയ്തിട്ടില്ല. കോടതിയുടെ അനുമതി തേടാതിരുന്നത് സാങ്കേതിക വിഷയം മാത്രമാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമില്ല. അയ്യപ്പ സംഗമത്തിന് പണം പിരിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എല്ലാ കണക്കുകളും കോടതിയെ ബോധിപ്പിക്കും. വെർച്വൽ ക്യൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. കേസിൽ ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകും. അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെടും. കേസിൽ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാകും. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയതിനാൽ ഉടൻ തിരികെ എത്തിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് V വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുക. അതേസമയം വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വ്യാപകമായ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും PS പ്രശാന്ത് ആരോപിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തോ അപരാധം ചെയ്തെന്നാണ് പ്രചരിക്കുന്നത്. ചന്ദ്രഗ്രഹണത്തിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് എന്നുവരെ പ്രചാരണമുണ്ടായി. ദ്വാരപാലകരെ കൊണ്ടുപോയെന്നും ചിലർ പ്രചരിപ്പിച്ചു. 360 പവൻ എന്നാൽ ശ്രീകോവിലും വാതിലും ഉൾപ്പെടെയാണ്. ഇത് വെറും 16 ഗ്രാമിന്റെ കാര്യമാണ്. അതൊരു ഭക്തൻ സമർപ്പിച്ചതാണ്. ഇത് തികച്ചും ഒരു സാങ്കേതിക പ്രശ്നമാണ്. നാണയം എറിയുമ്പോൾ അതുകൊണ്ട് പാളിക്ക് കേടുപാടുണ്ടായി. അത് സംഭവിക്കാൻ പാടില്ല. 2 തന്ത്രിമാരുടെയും കത്തുകളുണ്ട്. വീഡിയോയും ചിത്രീകരിച്ചിരിക്കുന്നു. സമർപ്പിച്ചയാളുടെ സാന്നിധ്യത്തിൽ തിരികെ സ്ഥാപിക്കുന്നതുവരെ ഇതെല്ലാം സുതാര്യമായ നടപടിയാണ്. പക്ഷെ ഞങ്ങൾ എന്തോ അപരാധം ചെയ്തെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ മാത്രമേ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ. ഇത് സാങ്കേതിക പ്രശ്നമാണ്. എന്നാൽ കള്ളന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടുകയാണ്. കോടതി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായ അറ്റകുറ്റപ്പണിക്കായി അയച്ച സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ തുടങ്ങിയവരോടായിരുന്നു നിർദ്ദേശം. അറ്റകുറ്റപ്പണിക്കായി അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന്റെ ഫയലുകളെല്ലാം വെള്ളിയാഴ്ച ഹാജരാക്കണമെന്നും ജസ്റ്റിസ് V വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ചില കമന്റുകളിലൂടെയും ജനങ്ങളുടെ വികാരം ഉയർന്നു നിൽക്കുകയാണ്. ദേവസ്വം ബോർഡിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ കമന്റുകൾ ഉയർത്തുന്നത്. ചില കമന്റുകൾ വായിക്കാം. ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്, ക്ഷേത്രങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യട്ടെ. തിരിച്ചുകൊണ്ടുവെക്കുന്നത് ഒറിജിനൽ തന്നെയാണോ എന്ന് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കണം. മറ്റൊരു കമന്റ്, എനിക്ക് അപ്പോഴേ ഡൗട്ട് അടിച്ചു. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആഗോള അയ്യപ്പ സംഗമവുമായി രംഗത്ത് വന്നപ്പോൾ എന്തിനാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? ആരാധനാലയങ്ങൾ ഭരിക്കേണ്ടത് വിശ്വാസികളാണ്, ഗവൺമെന്റ് അല്ല. ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കട്ടുമുടിക്കും. മറ്റൊരു കമന്റ്, ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് തിരിച്ചു കിട്ടാൻ നിയമ നടപടികൾ സ്വീകരിക്കുക. ഹിന്ദു സംഘടനകൾ ഇനിയും മൗനം പാലിക്കരുത്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് മോചിപ്പിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പലതും മറിച്ചു കടത്തും. ഇതും പ്രത്യക്ഷമായത്. ഇതുപോലെ ആരും അറിയാതെ എന്തെല്ലാം മോഷ്ടിച്ചിട്ടുണ്ടാകും. തിരികെ കൊണ്ടുവയ്ക്കുന്നത് തീർച്ചയായും പരിശോധിക്കണം. അല്ലെങ്കിൽ പകരം ഇത്ര തൂക്കത്തിൽ മറ്റു വല്ലതും കൊണ്ടുവയ്ക്കും. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്നില്ല? ആ സ്വർണ്ണപ്പാളിക്ക് എന്ത് സംഭവിക്കാനാണ്? ഇത് കളവ് തന്നെയാണ്.
മറ്റൊരു കമന്റ്, ജഡ്ജിയുടെയും ഏതെങ്കിലും ഒരു വിദഗ്ധന്റെയും നിരീക്ഷണത്തിലായിരിക്കാം അത് തിരിച്ചെത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ഒറിജിനൽ സ്വർണം അടിച്ചു മാറ്റാൻ ആർത്തി പണ്ടാരങ്ങൾ കണ്ണും നട്ടിരിക്കുന്നുണ്ടാവും. മാത്രമല്ല, ഈ മോഷണത്തിൽ പങ്കാളികളായ എല്ലാ കള്ളന്മാർക്കുമെതിരെ നടപടിയും എടുക്കണം. ആദ്യം ദ്വാരപാലകർ, പിന്നെ കൊടിമരം, പിന്നെ തിരുവാഭരണം, അവസാനം അയ്യനെയും എടുത്തു കൊണ്ടുപോകും. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ചോദ്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ ഒരു വികാരമാണ് ഇത്തരത്തിലുള്ള കമന്റുകളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. പരിപാടിയിൽ സർക്കാരിന്റെ റോൾ എന്താണെന്നാണ് അയ്യപ്പന്റെ പേരിൽ പണം പിരിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നില്ലെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കി. അയ്യപ്പനെ വിൽക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അത് അനുവദിക്കരുതെന്നുമാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ ക്ഷണിതാക്കൾക്ക് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ലെന്നും അയ്യപ്പ വിശ്വാസികൾക്കെല്ലാം സംഗമത്തിൽ ഭാഗമാകാമെന്നും സർക്കാർ വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുങ്ങുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ്? സംഗമത്തിലേക്ക് ആരൊക്കെയാണ് ക്ഷണിക്കുന്നത്? ക്ഷണിതാക്കളുടെ കാര്യത്തിൽ മാനദണ്ഡമുണ്ടോ? പരിപാടിയുടെ ഭാഗമായി പണപ്പിരിവ് നടക്കുന്നുണ്ടോ? പണപ്പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ ആ പണം എന്താവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക? തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് ഹാജരായത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിർബന്ധിത പണപ്പിരിവ് നടക്കുന്നില്ല, സ്പോൺസർഷിപ്പ് വാങ്ങുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സ്പോൺസർഷിപ്പ് കമ്മിറ്റിയെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇനി എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുങ്ങുന്നത്. പ്രളയത്തെ തുടർന്ന് 2018 മുടങ്ങിയ പമ്പാ സംഗമം ഇക്കൊല്ലം പുനരാരംഭിക്കാനും ഇതോടൊപ്പം ആലോചനയുണ്ട്. ഇത്തരമൊരു സംഗമം നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ലോകമെമ്പാടും അറിയിക്കുന്നതിന് സഹായകമാകുമെന്ന വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് അധികൃതർ. ശബരിമലയിലെ വികസനത്തിൽ ഈ ഭക്തരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇനി ദേവസ്വം ബോർഡിന്റെ പദ്ധതി. പമ്പാ സംഗമം ഈ തീർത്ഥാടന കാലത്ത് തന്നെ നടത്താനാണ് ആലോചന. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. ആഗോള ഭക്തസംഗമം ഈ തീർത്ഥാടന കാലത്ത് സംഘടിപ്പിക്കാനാകുമോ എന്ന ആശങ്കയുണ്ട്. ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാലുടൻ പരിപാടി സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് ദേവസ്വം ബോർഡ്. പമ്പാ സംഗമത്തിന്റെ തുടക്കം. രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് പമ്പ സംഗമം എന്ന ആധ്യാത്മിക സാംസ്കാരിക സംഗമം പമ്പ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ മകരവിളക്കിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മഹാസമ്മേളനമായി ഇത് നടന്നു വരികയായിരുന്നു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും ആധ്യാത്മിക സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്. എന്നാൽ 2018 പ്രളയകാലത്ത് മുടങ്ങി. കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം പിന്നീട് തുടങ്ങാനായുമില്ല. അയ്യപ്പന്മാരെ കേൾക്കാൻ ഒരു വേദി, ലോകമെങ്ങുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള അവസരമാണിതെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതിനുള്ള സജ്ജീകരണങ്ങൾ പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ പ്രധാന സ്വാഗത സംഘം ഓഫീസ് തുറക്കും. പമ്പ, പെരുന്നാട്, സീതത്തോട് എന്നിവിടങ്ങളിലെ സ്വാഗത സംഘം ഓഫീസ് ഉണ്ടാകും. പ്രതിനിധികളെ സ്വീകരിക്കാൻ KSRTC സൗകര്യം ഏർപ്പെടുത്തും. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലാകും താമസ സൗകര്യം. പ്രതിനിധികൾക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കും. പമ്പയിൽ അടക്കമുള്ള ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം ഉറപ്പാക്കും. ഹിൽ ടോപ്പിലാകും വാഹനങ്ങളുടെ പാർക്കിംഗ്. സന്നദ്ധ സംഘടനകളുടെ സേവനമടക്കം ശുചീകരണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കും.